പ്രിയ സ്നേഹിതരെ, അദൃശ്യമായൊരു യുദ്ധം അനുനിമിഷം നമ്മുടെ ഉള്ളിലും പുറത്തും നടന്നുകൊണ്ടിരിക്കുക. ഇൻവിസിബിൾ വാർ. അത് നന്മതിന്മകൾ തമ്മില, വെളിച്ചവും ഇരുട്ടും തമ്മില, മാലാഹയും പിശാചും തമ്മില. ആത്യന്തികമായി അത് ദൈവവും സാത്താനും തമ്മില. ഒടുവിൽ ആര് നമ്മളെ കീഴടക്കുമെന്നതാ നമ്മുടെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത്. സഹിക്കുന്നൊരു മനുഷ്യൻ്റെ മുമ്പിൽ സാത്താൻ കടന്നു വരുന്നത് അവനെ തകർക്കാൻ വേണ്ടിയാ. ദൈവമാകട്ടെ അവനെ വീണ്ടെടുക്കാനും. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ സാത്താൻ നോക്കിവെക്കും. ഒരവസരം കിട്ടിയ കടന്നാക്രമിച്ച് വീഴ്ത്തും. ക്രിസ്തുവിൻ്റെ എല്ലാ അപ്പോസ്തലന്മാരെ വിശേഷിച്ച് പത്രോസിനെ തന്നെ വീഴ്ത്തുവാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. അവൻ വീണാൽ അനുയായികൾ ചിതറുമെന്ന് സാത്താൻ അറിയാം. സാത്താൻ എപ്പോഴും തക്കം പാർത്ത് നിൽക്കുന്നത് ആത്മീയതയും ഉന്നതിയും നിൽക്കുന്നവരെ വീഴ്ത്താൻ വേണ്ടിയാണ്. സഭാധികാരികളെ, വൈദികരെ, സന്യാസ ശ്രേഷ്ഠരെ, അജപാലകരെ, മുതിർന്നവരെ, മാതാപിതാക്കളെ അവരുടെ വീഴ്ചയിലൂടെ എളിയവരിൽ വിശ്വാസതകച്ചുണ്ടാക്കുവാനും അന്തഃച്ഛിത്തം ഉണ്ടാക്കുവാനും വളരെ എളുപ്പമാണെന്നേ. വന്നു ചേരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് യേശു പത്രോസിന് കൊടുക്കുന്നൊരു താക്കീതുണ്ട്. ലൂക്ക 22-ാം അധ്യായത്തിൽ, ശിമിയോനെ, ഇതാ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റുണ്ടുദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. ഇത് പത്രോസിലൂടെ നമുക്ക് കൂടി നൽകുന്ന താക്കീത. സാത്താൻ സകലങ്ങളുടെ കാറ്റിൽ ഗോതമ്പ് പോലെ നമ്മളെയും പാറ്റും. അപ്പോൾ നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ നമ്മുടെ പരിത്യാഗ പ്രവൃത്തിയോ ഉപവാസമോ സൽക്കർമ്മമോ മാത്രം മതിയെന്ന് വിചാരിക്കരുത്. ക്രിസ്തു തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഒടുവിൽ ആ സഹനകാണ്ഡത്തെ അതിജീവിച്ച് നാം തിരിച്ചു വന്നാൽ വീഴാനുള്ളവർക്ക് കൂടി കരുത്തായി മാറാൻ വരുന്ന യുഗവും നാം പേറുന്നുണ്ട്. ആശ്വസിപ്പിക്കുവാനായി നമുക്കൊരു സൽവാർത്ത കൂടിയുണ്ടെന്നേ. സാത്താൻ തകർത്ത ജീവിതത്തെ പുനർനിർമ്മിക്കുവാൻ ദൈവത്തിന് അപാരമായ പാഠവുമുണ്ട്. ഒരിക്കൽ വീണ് തകർന്നു പോയിട്ടും ദൈവത്തിൻ്റെ കരുണയാൽ നവീകരിക്കപ്പെട്ടവരെ കൊണ്ടാണ് സഭ എന്നും ശോഭിച്ചു നിൽക്കുന്നത്. തകർന്നുപോയി ഒന്നിനെ ഉപയോഗശൂന്യമെന്ന് വിധിച്ച് വലിച്ചെറിയുവാൻ ലോകത്തിനെ ആവൂ. ദൈവമാകട്ടെ അതിനെ വിളക്കി ചേർത്ത് പൊതുജന്മം നൽകും. തകർന്നുപോയ ഒരാളാണോ നീ? നിരാശപ്പെടേണ്ട. ക്രിസ്തുവിൻ്റെ കരുണ തുളുമ്പുന്ന കണ്ണിലേക്കൊന്ന് നോക്കൂ. രക്തമൊഴുകുന്ന തിരുവിലാവിലേക്കൊന്ന് നോക്കൂ. ഒരു നാൾ നീയും പത്രോസിനെ പോലെ വീണ്ടെടുക്കപ്പെടും. അന്നു മുതൽ പൂർവാധികം ശക്തിയോടെ നീ കർത്താവിനെ സേവിക്കും. മറ്റു സഹോദരങ്ങളുടെ വീണ്ടെടുപ്പിൽ നീ ആത്മീയ പ്രചോദനമാവുകയും ചെയ്യും. ആമീൻ.